Dear students, in this video I am going to talk about the multipole expansion of the scalar potential. It is an approximate method to find out the potential at very large distances. Now, if you have a localized charge distribution, some charge distribution, okay, it is having a total charge q, then at very large distances നമുക്കിങ്ങനെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് എന്ത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയാൽ പോലും നമുക്ക് അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസസിൽ നമുക്ക് ഇതൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ അറ്റ് പി which is at a distance r from the charge distribution, okay, and assume that r is very much greater than the dimension of the sources, okay, അതായത് ഈ സോഴ്സ് ചാർജിൻ്റെ ഡയമെൻഷൻ, അതായത് അതിൻ്റെ ലെങ്ത്ത് ഒക്കെ വളരെ ചെറുതാണെന്ന് വയ്ക്കുക കമ്പയർ ടു ദ ഡിസ്റ്റൻസ് ടു ദ പോയിൻറ്റ് പി. അങ്ങനെ വെരി ലാർജ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതാം. പൊട്ടൻഷ്യൽ അറ്റ് ആർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/4πε0 the total charge of the distribution divided by r. R is the length from the charge distribution to the point P. Here ഈ ഒരു ഫോർമുല എഴുതുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എഴുതാൻ. കാരണം ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമെൻഷനേക്കാട്ടിലും വളരെ കൂടുതലായിരിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ലോക്കലൈസ്ഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പോയിൻ്റ് ചാർജായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയാലും, ഓക്കെ, ഇറ്റ് ക്യാൻ ബി ടു ചാർജസ്, വൺ വിത്ത് ക്യൂ ചാർജ് ആൻഡ് അനദർ 2q ചാർജ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത് ദ ടോട്ടൽ ചാർജ് q പ്ലസ് 2q, അതായത് 3q ചാർജ്, ഒരു 3q ചാർജുള്ള ഒരു പോയിൻ്റ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സപ്പോസ് പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലത്ത് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ഹാവ് എ ഡൈപോൾ, ഓക്കെ, -q ആൻഡ് +q ചാർജുള്ള ഡൈപോൾ ഉണ്ടെന്ന് വയ്ക്കാം. ഓക്കെ, രണ്ട് ചാർജസ് ഉണ്ട്, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് d. അപ്പം ഇവിടെ നമ്മൾ ഒരു വെരി ലാർജ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കാം. ഓക്കെ, ഡൈപോളിൽ നിന്നും വളരെ അകലത്തിലുള്ള ഒരു പോയിന്റ് പിയിലുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മെത്തേഡ് പ്രകാരം ഈ രണ്ട് ചാർജസിനെ ഒരു പോയിന്റ് ചാർജായിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാം, 1/4πε0 ചാർജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ടോട്ടൽ ചാർജ് എടുക്കുമ്പോൾ ഒന്ന് ക്യൂവും മറ്റൊന്ന് -q, ഒന്ന് മറ്റൊന്ന് +q ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എടുക്കുമ്പോൾ 0 വരും. ആൻഡ് 0 എന്നുള്ളത് ദാറ്റ് ഈസ് ഇൻഡീഡ് ട്രൂ. ഇപ്പോൾ ഒരു നമ്മൾ വെരി ലാർജ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ 0 തന്നെയാണ്. അതായത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ചാർജിൽ നിന്ന് വളരെ അകലത്തിലുള്ള പോയിന്റ്. കാര്യം ഇതിൻ്റെ ഡിപ്പെൻഡൻസ് വരുന്ന 1/r എന്നുള്ള ടേംസിലാണ്. അപ്പോൾ r വളരെ ഇൻഫിനിറ്റി ആണെങ്കിൽ പൊട്ടൻഷ്യൽ 0 ആണ്. പക്ഷേ നമ്മളെടുക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ഡയമെൻഷൻ. ഓക്കെ, ഈ കേസിൽ ഡൈപോളിൻ്റെ കേസിൽ ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ ചാർജ് സെപ്പറേഷൻ എന്നാണ് എടുക്കുന്നത്. അവിടെയുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൾട്ടിപോൾ എക്സ്പാൻഷൻ എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഡൈപോളിൽ നിന്നും വളരെ അകലത്തിലുള്ളൊരു പോയിന്റ് ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ എന്നുള്ള ഒരു കേസിലുള്ള പൊട്ടൻഷ്യൽ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യു അസ്യൂം യു ഹാവ് എ ഡൈപോൾ. ഡൈപോൾ ഈസ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ദാറ്റ് മീൻസ് യു ഹാവ് എ +q ചാർജ് ആൻഡ് -q ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ അറ്റ് സം പോയിന്റ് p. ഓക്കെ, and this is a point P. okay, and നമ്മൾ എടുക്കുന്നത് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് r ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് r. +q ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് കേളി r+ഉം -q ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് കേളി r- ആയിട്ട് എടുക്കാം. ഓക്കെ,
ആൻഡ് ദെൻ ഡൈപോളുമായിട്ട് നമ്മൾ ആർ എന്നുള്ള വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പി എന്നുള്ള പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ദ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ബൈ പ്ലസ് ക്യൂ ചാർജ് അറ്റ് പി ആൻഡ് ഓൾസോ ദ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ബൈ മൈനസ് ക്യൂ ചാർജ് അറ്റ് പി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ആർ എന്നുള്ളത്, ഓക്കെ, സോ ദിസ് ഈസ് 1/4πε0 പ്ലസ് ക്യൂ ചാർജ് ക്യൂ ബൈ ആർ ഡിസ്റ്റൻസ്, പ്ലസ് ക്യൂ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസ് ആർ പ്ലസ് ആണ്, plus you have another contribution from the minus q charge, so this is minus q divided by r minus. Okay, so this you can simplify and write it as 1/4πε0. Q also you can take out. Okay, then you will get to 1 by r plus minus 1 by r minus. Okay, ഇത് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. ഇത് ഡിസ്റ്റൻസ് എത്രയായാലും നമുക്ക് ഈ ഒരു ഫോർമുല വാലിഡ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ അപ്രോക്സിമേഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നൗ യു യൂസ് എ ടെക്നിക് ടു സിംപ്ലിഫൈ ദിസ് എക്സ്പ്രഷൻ. ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. വി യൂസ് കൊസൈൻ ലോ ഹിയർ. ഈ ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, അവിടെ കൊസൈൻ ലോ ഉപയോഗിക്കാം. അപ്പം നമുക്കറിയാം കൊസൈൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെങ്ത്ത്, അതായത് ആർ പ്ലസ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്തിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു ലെങ്ത്തിൻ്റെ സ്ക്വയർ മൈനസ് 2 ടൈംസ് ഈ ലെങ്ത്ത് ഇൻറ്റു ഈ ലെങ്ത്ത് കോസ് തീറ്റയാണ് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ് വിത്ത് ലെങ്ത്സ് എ ബി ആൻഡ് സി, then according and this is theta, according to cosine law you have c square should be equal to a square plus b square minus 2ab cos theta. Okay, now നമ്മൾ ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ പ്ലസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത് എടുക്കുക. ഇതെന്ന് പറയുന്നത് d/2 ആണ്. അതുപോലെ ഈ ലെങ്ത്ത് ആറാണ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ആസ് ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നതൊക്കെ ലെങ്ത് ആണ്, അതുകൊണ്ട് വെക്ടർ സൈൻ ഇടുന്നില്ല. ഓക്കെ, d/2 സ്ക്വയർ ആൻഡ് ദെൻ മൈനസ് 2 ടൈംസ് d/2 എന്നുള്ളത് d എന്ന് വരും. ഓക്കെ, 2. ഓക്കെ, ഐ വിൽ റൈറ്റ് ഇറ്റ് ഡയറക്ട്ലി. ഓക്കെ, 2 ടൈംസ് ഈ രണ്ട് ലെങ്ത്ത്. ഓക്കെ, ആർ d/2 ഇൻറ്റു ആർ കിടക്കുള്ള ആംഗിൾ കോസ് തീറ്റ. ഓക്കെ, നൗ ദിസ് ആർ മൈനസ് കാണണമെങ്കിൽ എന്താ ചെയ്യുക? ആർ മൈനസ് കാണണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഓക്കെ, ദെൻ ഡു ദ സെയിം പ്രോസസ്. പക്ഷേ അപ്പം തീറ്റ എന്നുള്ളത് എന്തായിരിക്കും? ഈ തീറ്റ എന്നുള്ളത് 180 മൈനസ് തീറ്റയാണ് വരിക. ഓക്കെ, അപ്പോൾ 180 ഇവിടെ വരുന്ന ആംഗിൾ 180 മൈനസ് തീറ്റ എന്ന് വരിക. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്ലസ് സൈനായിട്ട് മാറും. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി ആർ പ്ലസ് മൈനസ്, അതായത് രണ്ടിനും ബാധകമാണ്. ഇവിടെ എനിക്ക് പ്ലസ് ഇടാം. ഓക്കെ, അപ്പം ആർ പ്ലസ് എടുക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് സൈൻ എടുക്കണം, ആർ മൈനസ് എടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് സൈൻ എടുക്കണം. അതാണ് ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നൗ യു ക്യാൻ സിംപ്ലിഫൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ടേമിൽ യു ഹാവ് നത്തിങ് ബട്ട് 1 ആൻഡ് സെക്കൻഡ് ടേം, അതായത് ഇത് ഈ എക്സ്പ്രഷൻ്റെ മുകളിലുള്ള എക്സ്പ്രഷൻ്റെ ഈ ടേം സെക്കൻഡ് ടേമായിട്ട് എഴുതാം. ഓക്കെ, അതിൽ നിന്നും ആർ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 മാത്രമേ ഉള്ളൂ. ആർ സ്ക്വയർ പുറത്തെടുക്കണമെങ്കിൽ 6 ഡൗണിൽ ഡിനോമിനേറ്ററിൽ ഒരു 6 കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ ടേമിൽ നിന്നും ആർ സ്ക്വയർ പുറത്തോട്ട് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ബാക്കിയുള്ള ടേംസ് എഴുതുകയാണെങ്കിൽ ദെൻ യു വിൽ ഗെറ്റ് മൈനസ് ഡി കോസ് തീറ്റ ബൈ ആർ പ്ലസ് ഓർ മൈനസ് മൈനസ് ഓർ പ്ലസ്. ഓക്കെ, പ്ലസ് ഈ ടേമിൽ നിന്ന് d/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് d സ്ക്വയർ ബൈ 4r സ്ക്വയർ. ഓക്കെ, നൗ ഇവിടെയാണ് നമ്മുടെ അപ്രോക്സിമേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ
ഡി എന്നുള്ളതാണ് അപ്രോക്സിമേഷൻ. അതായത് ഡൈപോളിൻ്റെ ലെങ്ത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ആർ സ്ക്വയർ ഡിനോമിനേറ്ററിൽ വരുന്ന ടേംസൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. കാര്യം ആർ വളരെ കൂടുതലാണ്, അപ്പോൾ ഈ ടേം വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഈ ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആർ പ്ലസ് മൈനസ് എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ 1 മൈനസ് പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, നൗ ഇതിൽ നിന്ന് നമുക്ക് 1 ബൈ ആർ പ്ലസ് മൈനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഫസ്റ്റ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് പ്രീവിയസ് ഇക്വേഷൻ ഇത് ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇതും ആർ സ്ക്വയർ ആണ്. ഓക്കെ, നൗ 1 ബൈ ആർ പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ ഈ മേലത്തെ ഇക്വേഷൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ഇൻവേഴ്സ് എടുക്കണം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് ഈസ് 1 ബൈ ആർ 1 മൈനസ് പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ -1/2 എന്ന് കൊടുക്കാം. ഓക്കെ, നൗ ഇത് നമുക്ക് ഈ ഒരു ടേമിന് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എഴുതാം. ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് 1 + x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ 1 + n ഇൻറ്റു എക്സ് പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അത് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ റൈറ്റ് ഡൗൺ ഇറ്റ് ആസ്, സോ ദിസ് എൻ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. ഓക്കെ, 1 ബൈ ആർ, ഇവിടെ നമുക്ക് എന്ത് വരും, ഫസ്റ്റ് ടേം ഹയർ ഓർഡർ ടേംസ് എക്സിൻ്റെ സ്ക്വയർ ടേംസ് എടുക്കണ്ട, അതായത് ഇതിൻ്റെ സ്ക്വയറായിട്ട് വരുന്ന ടേംസ് എടുക്കണ്ട. അപ്പം നമുക്ക് ആദ്യത്തെ ഈ രണ്ട് ടേംസ് മാത്രം എടുത്താൽ മതി. ഇവിടെ n എന്നുള്ളത് -½ ആണ്, എക്സ് എന്നുള്ളത് ഏതാണ് മൈനസ് ഡി ബൈ ആർ കോസ് തീറ്റയാണ്. ഓക്കെ, ഓക്കെ, മൈനസ് ഓർ പ്ലസ്. ഓക്കെ, നൗ അപ്പോൾ ഇവിടെ ഒരു -½ ഉണ്ട്, എക്സിനൊരു മൈനസ് ഉണ്ട്, അപ്പോൾ ഫസ്റ്റ് ടേം പോസിറ്റീവാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എഫക്റ്റീവ്ലി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്ലസ് മൈനസ് ഡി കോസ് തീറ്റ ബൈ 2r എന്ന് വരും. ഓക്കെ, അതിൽ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ഈ ഫാക്ടറിൽ നിന്ന് വരുന്നതാണ്. ഈ ഫാക്ടറിൽ നിന്ന് വരുന്നതാണ്, n-½ എന്നുള്ള ഫാക്ടറിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, നൗ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം, 1 ബൈ ആർ പ്ലസ് മൈനസ് 1 ബൈ ആർ മൈനസ് കണ്ടുപിടിക്കാം. ഇവിടെ ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസ് സൈൻ എടുക്കണം, ആർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് സൈൻ എടുക്കണം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഡിഫറൻസ് യു ക്യാൻ റൈറ്റ് ഡൗൺ ആസ് 1 ബൈ ആർ പ്ലസ് മൈനസ് 1 ബൈ ആർ മൈനസ് ഈക്വൽ ടു, ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ബൈ ആർ ഡി ബൈ ആർ സ്ക്വയർ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, സോ അത് നമ്മുടെ പ്രീവിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് 1/4πε0 ക്യൂ കോമൺ ആയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ബ്രാക്കറ്റഡ് ക്വാണ്ടിറ്റീസ് വരുന്നത്, ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. അതിൽ നിങ്ങൾക്കറിയാം ക്യൂ ഇൻറ്റു ഡി എന്നുള്ളത് ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ചാർജസ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാം, 1/4πε0 പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. So this is an approximate potential. This is valid when r is very much greater than t. Okay, അപ്പോൾ ഇതാണ് ഒരു അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് ഒരു കോൺഫിഗറേഷനാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈപോളാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, ഡൈപോളിൻ്റെ കേസിൽ നമ്മൾ മൾട്ടിപോൾ എക്സ്പാൻഷൻ ചെയ്തതിന് ശേഷം അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ ഫോർ എ ഡൈപോൾ
potential at very large distances varies as that is proportional to 1 by r square എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ മോണോപോൾ ആണെങ്കിൽ മോണോപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻറ്റ് ചാർജ്. ഓക്കെ, ഒരു സിംഗിൾ ചാർജ് പോയിൻറ്റ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത് 1 by ആറിൻ്റെ ടേംസിലാണ്. ഓക്കെ, നൗ ഇഫ് യു കൺസ്ട്രക്ട് അപ്പം മോണോപോളിൻ്റെ 1 by r, ഡൈപോളിൻ്റെ 1 by r സ്ക്വയർ. ഇനി ഇത് രണ്ട് ഡൈപോൾ എടുത്തിട്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ എടുക്കുക, അതിന് ക്വാഡ്രപോൾ എന്നാണ് പറയുന്നത്. ക്വാഡ്രപോൾ ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 by r ക്യൂബ് ടേംസിലാണ് വരിക. അതുപോലെ ഒക്ടപോൾ ആണെങ്കിൽ 8 ഡൈപോൾ ചേർന്നിട്ടുള്ളതാണ് ഒക്ടപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒക്ടപോൾ ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസസ് വരുന്ന ഇറ്റ് ഈസ് വേരീസ് ആസ് 1 by r⁴. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ എന്നുള്ളത് എപ്പോഴും ആറിൻ്റെ പവേഴ്സിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ പവേഴ്സ് വരുന്ന രീതി ഇതാണ്. മോണോപോൾ ആണെങ്കിൽ ഇത്, ഡൈപോൾ ആണെങ്കിൽ ഇത്, ക്വാഡ്രപോൾ 1 by r ക്യൂബ്, ഒക്ടപോൾ 1 by r⁴. ഇത് ഇനി ഹയർ ഡയമെൻഷൻസിലേക്ക് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്തത് ഒരു സ്പെഷ്യൽ കോൺഫിഗറേഷനാണ്. പക്ഷെ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്കാലാർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് അറിയണം. ഓക്കെ, ഇപ്പോൾ കണ്ടത് ഒരു സ്പെഷ്യൽ കേസാണ്. ഇനി നമ്മളത് ജനറലൈസ് ചെയ്യുക. അപ്പോൾ ഇമാജിൻ യു ഹാവ് എ ലോക്കലൈസ്ഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്കതിന് പ്രത്യേകിച്ച് ഷേപ്പുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഡൈപോളോ ഡിസ്ക്രീറ്റ് ചാർജസ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ അതിന് പകരമായിട്ട് we have some charge distribution which is given by this. Okay, and the volume charge density of this charge distribution is given by rho ആണെന്ന് വിചാരിക്കുക. So you can assume a coordinate system. Okay, sorry, you can assume a coordinate system, and the coordinates of the ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. പ്രൈംഡ് കോർഡിനേറ്റ്സ് ചാർജ് എലമെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രൈംഡ് കോർഡിനേറ്റ്സ് ആണ്. സോ ദിസ് ഈസ് ആർ പ്രൈം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസ് പി എന്നുള്ള പോയിന്റിലാണ് അസ്യൂം. സോ ആ പി എന്നുള്ള പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് ആർ എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ദ പൊസിഷൻ വെക്ടർ ടു ദ ഒബ്സർവേഷൻ പോയിന്റ്. ഓക്കെ, ആൻഡ് യു അസ്യൂം ദാറ്റ് പി ഈസ് വെരി ലാർജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് വളരെ ചെറിയ ഒരു ക്യൂബ് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ക്യൂബിൻ്റെ വോളിയം d⁴ ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് ആ ക്യൂബിൽ നിന്നും ആ ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത ക്യൂബിൽ നിന്നും പിയിലേക്കുള്ള പോയിൻ്റ് അതിൻ്റെ സെപ്പറേഷൻ വെക്ടറാണ് വയ്ക്കുക. ഓക്കെ, സെപ്പറേഷൻ വെക്ടർ ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ കേളി ആർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷൻ ആണെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ പ്രത്യേകിച്ച് അസംഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇറ്റ്സ് എ ജനറൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 1/4πε0 1 Q/r എന്നുള്ളതായിരുന്നു. അപ്പോൾ Q എന്നുള്ളതിനെ ρ d⁴ എന്ന് എഴുതി. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ദി വോളിയം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇൻ്റഗ്രേഷൻ ഇവിടെ ഒരു പ്രൈം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇൻ്റഗ്രേഷൻ ഈസ് റണ്ണിങ് ഓവർ ദ എൻറ്റയർ റീജിയൺ ഓഫ് ദി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണല്ലോ അവിടെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, റോ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റിയാണ്. ചാർജ് ഡെൻസിറ്റി എവിടെയുള്ളത്? നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു റീജിയണിൽ മാത്രമാണ് ചാർജസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ റീജിയൻ സോഴ്സ് ചാർജിൻ്റെ റീജിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രൈംഡ് കോർഡിനേറ്റ് ഇട്ടത്. ഓക്കെ, നൗ യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ആൻ അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ വെരി ലാർജ് ഡിസ്ട്രിബ്യൂഷൻ, വെരി ലാർജ് ഡിസ്റ്റൻസ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അഗെയിൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ 1/r എന്നുള്ളൊരു ടേം ഉണ്ട്. നമ്മൾ ഡൈപോൾ ചെയ്ത സമയത്ത് നമ്മൾ 1/r എന്നുള്ളതിനൊരു അപ്രോക്സിമേറ്റ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻ എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് വേ. ഓക്കെ, അപ്പോൾ ആ ഡിഫറെൻറ്റ് വേ എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു ട്രയാങ്കിൾ ഞാനിവിടേക്കൊന്ന് മാറ്റി വരയ്ക്കാൻ നിൽക്കാം. ഓക്കെ, സോ യു ഹാവ് സംതിങ് ലൈക്ക്
ഒറിജിൻ, ഇത് ഒറിജിനാണ്, അതിൽ നിന്നും ചാർജ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എലമെൻ്റൽ വോളിയത്തിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആർ പ്രൈം. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു ഒബ്സർവേഷൻ പോയിൻ്റ് ഉണ്ട്, അവിടേക്കുള്ള പൊസിഷൻ വെക്ടർ ആറ്. ഓക്കെ, അപ്പോൾ എലമെൻ്റൽ വോളിയത്തിൽ നിന്ന്, സോ ദിസ് ഈസ് ഡീറ്റോ. ഓക്കെ, ഡീറ്റോ പ്രൈം. അവിടെ നിന്ന് ചാർജ് ഒബ്സർവേഷൻ പോയിൻ്റ് പിയിലേക്കുള്ള ദൂരം കേളി ആർ. ഓക്കെ, നൗ യു അസ്യൂം ദർ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ആർ പ്രൈം എന്നുള്ളത് തീറ്റയാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കൊസൈൻ ലോ ഉപയോഗിക്കാം. കൊസൈൻ ലോ പ്രകാരം ആർ സ്ക്വയർ എന്ന് പറയുന്നത് that is equal to r square plus r prime square minus 2r r prime cos theta prime. Okay, ഈ തീറ്റയ്ക്ക് നമുക്ക് തീറ്റ പ്രൈം എന്ന് കൊടുക്കാം. ഓക്കെ, ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ആർ പ്രൈം. നൗ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആർ സ്ക്വയർ ഈക്വൽ ടു, ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം, 1 മൈനസ് തേർഡ് ടേം ഫസ്റ്റ് എഴുതാം. ഓക്കെ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2r പ്രൈം ബൈ ആർ കോസ് തീറ്റ ഡാഷ് പ്ലസ് ആർ പ്രൈം സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അടുത്തതായി നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ റൈറ്റ് ഡൗൺ ആർ ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാം. ഓക്കെ, എപ്സിലോൺ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു സിംപ്ലിഫൈ ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, ഈ എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ ആറുണ്ട്, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആറുണ്ട്, അത് ആറ് ഇവിടെ പ്രസൻ്റ് ആണ്. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1 ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ആണ് എപ്സിലോൺ എന്നുള്ളത്, അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ടേം. ഓക്കെ, അപ്പോൾ എപ്സിലോൺ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ഡൗൺ എപ്സിലോൺ ആസ് എപ്സിലോൺ ഈക്വൽ ടു ഈ രണ്ട് ടേമിൽ നിന്നും നമുക്ക് എഴുതാം ആർ പ്രൈം ബൈ ആർ കോമൺ ആയിട്ട് എടുക്കാം. സോ ആർ പ്രൈം ബൈ ആർ അത് കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, ബാക്കിയുള്ള ടേം ലാസ്റ്റ് ടേം തേർഡ് ടേമിൽ ഒരു ആർ പ്രൈം ബൈ ആർ ബാക്കി ഉണ്ടാവും, മൈനസ് സെക്കൻഡ് ടേമിൽ ആർ പ്രൈം ബൈ ആർ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് ഓൺലി കോസ് തീറ്റ ഡാഷ്. സോ ദിസ് ഈസ് എപ്സിലോൺ. ഓക്കെ, സോ നമുക്ക് 1/r എന്നുള്ള ടേം എഴുതുന്ന സമയത്ത് 1/r ഈക്വൽ ടു എന്ത് വരും? കേളി ആർ ഈക്വൽ ടു ഈ എക്സ്പ്രഷനിൽ നിന്നും 1/r ഇൻറ്റു 1 പ്ലസ് എപ്സിലോൺ റേസ് ടു -12 എന്ന് വരും. ഓക്കെ, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1/r ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് എപ്സിലോൺ ബൈ 2 പ്ലസ് 3/8 എപ്സിലോൺ സ്ക്വയർ മൈനസ് 5/16 എപ്സിലോൺ ക്യൂബ് പ്ലസ് എക്സെട്ര. ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നൗ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ എന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, എപ്സിലോണിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഈ എപ്സിലോണിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പല ഓർഡേഴ്സിൽ എഴുതണം. ഓക്കെ, ആർ പ്രൈം ബൈ ആറിൻ്റെ പല ഓർഡേഴ്സിൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ 1/r എന്നുള്ള എക്സ്പ്രഷനെ എഴുതാണ് വേണ്ടത്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ഡൺ ദിസ് ബിഫോർ, സോ ഐ ആം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഡീറ്റെയിൽ. സോ 1/r എന്നുള്ളത് യു ഹാവ് 1/r 1 മൈനസ് ഇത് എപ്സിലോൺ എന്നുള്ള ടേമാണ്. ഇവിടെ എപ്സിലോൺ സ്ക്വയർ എന്നുള്ള ടേം ഉണ്ട്, എപ്സിലോൺ ക്യൂബ് എന്നുള്ള ടേം ഉണ്ട്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു എക്സ്പാൻഡ് ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഈ ടേം എ മൈനസ് ബി ഹോൾ ക്യൂബ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ ടേം കിട്ടും. അത് യു ഹാവ് ടു കമ്പൈൻ വിത്ത് ദിസ് ടേം. ഇവിടെ എ സ്ക്വയർ എന്നുള്ള ടേം വരും, ബി സ്ക്വയർ എന്നുള്ള ടേം വരും, എ ബി എന്നുള്ള ടേം വരും. ഓക്കെ, അപ്പം ആർ പ്രൈം ബൈ ആറിൻ്റെ പവേഴ്സ്, ഓക്കെ, ആ പവേഴ്സ് വരുന്ന ടേമൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി
ഈ ഒരു കോഎഫിഷ്യൻ്റാണ് കിട്ടുക. അതുപോലെ യു കളക്ട് ഓൾ ദ ടേംസ് വിച്ച് ഈസ് ഹാവിങ് പവർ ആർ പ്രൈം ബൈ ആർ സ്ക്വയർ. ആ ടേം കളക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ടേം. ഓക്കെ, അങ്ങനെ ആർ പ്രൈം ബൈ ആർ ക്യൂബിൻ്റെ ടേംസ് കളക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ടേം. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് ഈ പോളിനോമിയൽസിന് നമുക്ക് ലെജൻഡറി പോളിനോമിയൽ എന്ന് പറയാം. പി എൻ ഓഫ് കോസ് തീറ്റ ഡാഷ് എന്ന് പറയാം. ഓക്കെ, so we can call this as Legendre polynomial. These are very important polynomials in physics, and this comes up in many physical problems. Okay, so അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയൽസിനെ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ടേം തരുന്നത് P1 ഓഫ് കോസ് തീറ്റ ഡാഷ് ആണ്, ഇത് P2 ഓഫ് കോസ് തീറ്റ ഡാഷ് ആണ്, ഇത് P3 ഓഫ് കോസ് തീറ്റ ഡാഷ് ആണ്. ഓക്കെ, അങ്ങനെ ജനറലായിട്ട് നമുക്ക് സമ്മേഷനായിട്ട് എഴുതാം 1/r. ഈ ഒരു 1/r ഇവിടെ വന്നു, ഈ ഒരു ടേമൊക്കെ സം ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, P0 ഓഫ് കോസ് തീറ്റ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 എന്നുള്ള ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം, n = 0 to infinity. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 റൈസ് ടു 0 ചെയ്യുന്നത് 1 ആണ് കിട്ടുക. P0 ഓഫ് കോസ് തീറ്റ ഡാഷ് ചെയ്ത് കഴിഞ്ഞാലും 1 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ നമുക്ക് 1 എന്നുള്ള ടേം കിട്ടും. ഈ ടേം ചെയ്യുന്ന സമയത്ത് n = 1 കൊടുക്കുക, അപ്പോൾ r പ്രൈം ബൈ r എന്ന് വരും. അപ്പോൾ ഈ ടേമായി P1 ഓഫ് കോസ് തീറ്റ എന്നുള്ള പോളിനോമിയൽ എന്ന് പറയുന്നത് കോസ് തീറ്റ ഡാഷ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽ കിട്ടി. സിമിലർലി യു ക്യാൻ എക്സ്പാൻഡ് ഓൾ ദി പവേഴ്സ് ഓഫ് r പ്രൈം ബൈ r. ഓക്കെ, നൗ അപ്പോൾ 1/rൻ്റെ എക്സ്പ്രഷൻ കിട്ടി. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ പൊട്ടൻഷ്യൽ എടുത്തു. എന്നിട്ട് അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസസിൽ ഈ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1/rൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, അതിനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് 1/4πε0. 1/r എന്നുള്ളത് നോക്കുക, ഇൻ്റഗ്രേഷൻ നടക്കുന്നത് പ്രൈംഡ് കോർഡിനേറ്റിലാണ്. അപ്പോൾ പ്രൈംഡ് അല്ലാത്ത കോർഡിനേറ്റൊക്കെ ഈ ഇൻ്റഗ്രേഷൻ്റെ പുറത്തോട്ട് എഴുതാം. അപ്പോൾ ഇവിടെ 1/r ഉണ്ട്, അത് പുറത്തോട്ട് എഴുതാം. 1/r ഇതിൻ്റെ കൂടെ ഒരു r⁻n ഉണ്ട്, അതും പുറത്തോട്ട് എഴുതാം. അപ്പോൾ ഓൾറെഡി 1/r ഉണ്ട്, 1/r⁻n കൂടി വരുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/r⁻n+1. ഓക്കെ, ബാക്കിയുള്ളത് r⁻n Pn ഓഫ് കോസ് തീറ്റ ഡാഷ് റോ r ഡാഷ് dou tau dash. Okay, so this is an expression for the potential of a localized charge distribution. Okay, now ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് എക്സ്പ്രഷനാണ്, ഇതൊരു അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ അല്ല. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അപ്രോക്സിമേറ്റ് എന്ന് എഴുതിയില്ല, ഇറ്റ്സ് ആൻ ഈക്വൽ സൈൻ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് അല്ലേ. n = 0 മുതൽ n = വരെയുള്ള ടേംസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതിൻ്റെ ലീഡിങ് കോൺട്രിബ്യൂഷൻസ്, മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് ചാർജിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. പോയിൻറ്റ് ചാർജിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കിട്ടുക, n = 0 എന്ന് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, സോ n = 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഇവിടെ 1/r എന്ന് വരും, ഇവിടെ 1 വരും, P0 എന്നുള്ളത് 1 ആണ്, ഇവിടെ റോ ഡീറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം Q ആണ്. ഓക്കെ, അപ്പോൾ സോ ദിസ് വിൽ ബി Q/r. അത് ഒരു പോയിൻറ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യലാണ്. ഓക്കെ, ലീഡിങ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് ചാർജിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ n = 1? n = 1 ആവുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? സോ V of r = 1/4πε0. So this term becomes n = 0, sorry, n = 1 കൊടുത്തു കഴിഞ്ഞാൽ 1/r². ഇവിടെ നമുക്ക് എന്ത് വരും, r⁻1 P1 cos theta, P1 cos theta എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു cos theta ആണ്. ഓക്കെ, cos theta ഡാഷ്. ഓക്കെ, അപ്പം നമ്മുടെ cos theta ഡാഷ് എന്ന് വരും. സോ ദിസ് ഈസ് r പ്രൈം ആൻഡ് റോ r
പ്രൈം ഡി ടോപ്പ് പ്രൈം എന്ന് വരും. അപ്പോൾ n=1 ആകുമ്പം ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. എങ്ങനെ വരിക, ആർ പ്രൈം കോസ് തീറ്റ പ്രൈം എന്നുള്ളതിന് നമുക്ക് ആർ ഡോട്ട് ആർ പ്രൈം എന്ന് കൊടുക്കാം. ഓക്കെ, ബിക്കോസ് തീറ്റ എന്ന് പറയുന്നത് ആറിൻ്റെയും ആർ പ്രൈമിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, ഇത് യൂണിറ്റ് വെക്ടറാണ്. സോ നമുക്കത് ആ യൂണിറ്റ് വെക്ടറിനെ പുറത്തോട്ട് എടുക്കാം. ഡോട്ട് ഇൻ്റഗ്രൽ ആർ പ്രൈം റോ ആർ പ്രൈം ഡി ടോപ്പ് പ്രൈം എന്ന് വരും. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ് പി. അപ്പോൾ പി ഡോട്ട് ആർ എന്ന് വരും. ഓക്കെ, 1/4πε0 പി ഡോട്ട് ആർ ബൈ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ ഇത് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ ആണ്. ഓക്കെ, സെക്കൻഡ് ടേം വിൽ ഗിവ് യു ദ പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ. അപ്പോൾ ദിസ് ടേം വിൽ ബി ദ പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ ആൻഡ് ദിസ് ടേം വിൽ ബി ദ പൊട്ടൻഷ്യൽ ഓഫ് എ quadrupole. ഓക്കെ, ആൻഡ് ഗോസ് ഓൺ. സോ നമുക്ക് ഈ പൊട്ടൻഷ്യലുള്ള ടേംസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് the terms like monopole, dipole, quadrupole, octopole, etc. So potential of a localized charge distribution എന്ന് പറയുന്നത് you can write it as a sum of the contribution from a monopole, dipole, quadrupole, octopole, etc. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫിനിറ്റ് സം ആയിട്ട് നമുക്ക് പൊട്ടൻഷ്യൽസ് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പ്രഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലോക്കലൈസ്ഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ നമുക്ക് ആദ്യത്തെ 1-2 ഓർഡർ ഉള്ള ടേംസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനൊരു അപ്രോക്സിമേറ്റ് പൊട്ടൻഷ്യലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ എക്സാക്റ്റ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഇൻഫിനിറ്റ് ടേംസും കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ലീഡിങ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മോണോപോള്, ഡൈപോള്, അത് നമ്മൾ എത്രത്തോളം ആക്യുറസി വേണോ അത്രത്തോളം higher terms നമ്മൾ calculate ചെയ്യണം. Okay, so this is the method of multipole expansion of the scalar potential. Hope you understood the video. Thank you.